നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര പഴനിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹായ് മച്ചാമാരെ, ഈ വീഡിയോ ആരും കാണാതെ പോകരുത്. മനഃശാക്ഷി നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണണം, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. പാവപ്പെട്ട ഈ മാമൻ, ഇവര് രണ്ടുപേരേ ഉള്ളു ഈ വീട്ടില്. രണ്ട് മകളുണ്ട്, അതിൽ ഒരു മകളെ കെട്ടിച്ചയച്ച്. ഇപ്പൊ ഈ മകളും ഈ മാമനും മാത്രമേ ഈ വീട്ടിലുള്ളൂ. വലിയ ഒരു കഷ്ടത്തിലാണ്. ഈ മോളുടെ മരുന്നിനും മറ്റുള്ള ചെലവിനും തന്നെ മാസം 10,000 രൂപയോളം വേണം. ഈ വൈഫാണെങ്കിൽ മരണപ്പെട്ടു. ഒരു ചെറിയൊരു സഹായം ഈ മോൾക്ക് നൽകണം പ്ലീസ്. കാര്യം ഒരുപാട് കഷ്ടത്തിലാണ് അവർ കഴിയുന്നത്. ഞങ്ങളിപ്പോ ജഹ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. വളരെ ദയനീയമാണ് ഇവരുടെ അവസ്ഥ. ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പോലും ഇവർക്ക് പറ്റാത്തൊരു സാഹചര്യമാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് ആ വ്യക്തി. ജന്മന ഓട്ടിസം ബാധിച്ചതാണ്. ചികിത്സയ്ക്ക് അത്യാവശ്യമായ പണം ആവശ്യമുണ്ട്. അച്ഛൻ അപ്പോൾ ഈ മാമൻ അങ്ങനെ ഒറ്റയ്ക്ക് ഈ മകളെ തനിച്ചാക്കിയിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. 2 പെൺമക്കളാണ്. അതിൽ മൂത്ത ആളെ കല്യാണം കഴിച്ചയച്ചു. അതിൽ ഇടയ്ക്ക് അവരൊക്കെ വന്നു പോകും. അവരെ കൊണ്ട് ചെറിയ രീതിയിൽ പറ്റുന്നത് അവർ ചെയ്യെങ്കിലും മരുന്ന് വാങ്ങാനൊന്നും ഈ മാമനെ കൊണ്ട് ജോലിക്കൊന്നും പോകാൻ കഴിയുന്നില്ല. അപ്പോൾ അതിന് നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇതാണ് മാമൻ എന്താണ് പറയാനുള്ളവിടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്താണോ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. കരയൊന്നും വേണ്ട, മാം പറഞ്ഞാ മതി. സങ്കടപ്പെടണ്ട, മാം പറഞ്ഞോളൂ. 15-25 ദിവസം കൊണ്ട് മാം പറയുന്നത് 10-25 വർഷം കൊണ്ട് ഈ മാമനാണ് അവരെ നോക്കുന്നത്. അവർക്ക് സംസാരിക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. സങ്കടമാണ്, ദയനീയ അവസ്ഥയാണ്. നിങ്ങൾ എന്തെങ്കിലും അവർക്ക് ഈ മകളെ ഓർത്താണ് ഈ മാമന് സങ്കടം. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവരൊന്ന് സഹായിക്കുക. ഇവർക്ക് ചികിത്സകളുടെ അത്യാവശ്യ പൈസ നിങ്ങളാൽ കഴിയുന്നത് അയച്ചു കൊടുക്കുക. ഇവർക്ക് എന്തായാലും ഫോൺ നമ്പറോ GPay നമ്പറോ ഒന്നും ഇല്ല. ഈ അക്കൗണ്ട് നമ്പർ മാത്രമാണ്. ഇവരെ നേരിൽ കണ്ട് സഹായിക്കണമെന്നുള്ളവർ, അതായത് വീട്ടിൽ വന്ന് സഹായിക്കണമെന്നുള്ളവർ ഞങ്ങളെ ബന്ധപ്പെടുക. അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കമൻ്റ് ഇടുക. ഞങ്ങൾ തീർച്ചയായിട്ടും വീട് കൊണ്ടൊന്ന് കാണിച്ചു തരുന്നതായിരിക്കും.